അപ്പം ഇന്ന് തുടങ്ങുകയാണ്. അപ്പം എൻ്റെ ഒരു കുപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുപ്പി എന്നാൽ അവന് കൊടുത്തേക്കാന്ന് വിചാരിച്ച്. അപ്പം കുപ്പി എടുക്കാൻ വന്നേ. വണ്ടി ഇന്നലത്തെ ഒറ്റ മഴയിൽ വണ്ടി അലമ്പായി. ഗ്ലാസ്സൊക്കെ ആണ്ട് പിടിച്ച് തിരിച്ച് വെച്ചേക്കും. അപ്പോൾ ഇന്നലത്തെ ഒരൊറ്റ മഴയിൽ വണ്ടി അലമ്പായി. അപ്പം ഗായ്സ് ഓണാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഓടിയാണ് ഇത്രയും. പിന്നെ 8 മണിക്കൂർ 54 മിനിറ്റ് കൂടെ ഇനി ഡ്രൈവിംഗ് ടൈം അവൈലബിൾ ആയിട്ടുള്ളൂ. ഓൺലൈനിൽ തന്നെ പോട്ട് അവൻ അങ്ങോട്ട് ഇരിക്കട്ടെ. അയ്യോ, ഇവിടെ വണ്ടിയുടെ ഇത്രയും സ്ഥലമേ ഉള്ളൂ. ഇതൊന്ന് ചെത്തി വൃത്തിയാക്കിയായിരുന്നെങ്കിൽ വണ്ടി ഒതുക്കി ഇടായിരുന്നു. വണ്ടിയുടെ ഫുൾ അഴുക്കാണ് കഴുകണത്. ഇനിയിപ്പോൾ എപ്പോൾ കഴുകാൻ, എന്തായാലും ഒന്ന് തുടച്ചെടുത്തേക്കാം. അപ്പോൾ മച്ചാനെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ട്രിപ്പ് അടിച്ച് നേരെ ആളിനെ എത്തിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? SFS ഇതിനകത്തിലാണ്, ഈ ബിൽഡിങ്ങിനകത്തിലാണ്. ചടലേ ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? ഈ ബിൽഡിങ്ങിനകത്ത് എവിടെയുണ്ട് SFS കസഫ്ലോറ. അപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല. അങ്ങ് തപ്പി എടുക്കുമല്ലേ നമ്മൾ. ലൊക്കേഷനിലെത്തി. ഇനി ഇതിനകത്ത് ഇനി എവിടെ വന്ന് കസഫ്ലോറ ഈ ബിൽഡിംഗ് ആണെന്നാണ് തോന്നുന്നത്. അത് 2 നോയലിൻ്റെ ബിൽഡിങ്ങാണ്. ഈ ബിൽഡിങ്ങാണ്. കസ്റ്റമർ അവിടെ നിൽപ്പുണ്ട്. അപ്പം പിക്ക് ചെയ്തിട്ട് വിളിക്കാവേ മച്ചാനെ. അപ്പം നമ്മുടെ പിക്കപ്പ് അടിച്ച് ഡ്രോപ്പും കഴിഞ്ഞു. ഇനിയിപ്പം ക്യൂൻസ്വേയുടെ സൈഡിലുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് വെളിയിലിറങ്ങണം. അപ്പോൾ സ്ഥലം തപ്പി റോങ്ങാ കയറിയേ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇനി വെളിയിലിറങ്ങണം. ക്യൂൻസ്വേയുടെ അടുത്തുള്ള ഫ്ലാറ്റിനകത്തായിരുന്നു. ഇതിനകത്ത് നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ക്യൂൻസ് ബാക്ക് വേ ആണ് സൈഡിൽ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. വെയിറ്റ് ചെയ്യാം അവിടെ എവിടെയെങ്കിലും പോയിട്ട്. അപ്പം നൈസായിട്ട് ക്യൂൻസ് വേയിലും പോകാമല്ലോ. എന്തോ തിരക്കായിരുന്നു. തിരക്കാതെ ക്ലിച്ച് ഔട്ട് ഇരിക്കേണ്ട അവസ്ഥയായി. എന്തോ വർക്ക് നടക്കും. കസ്റ്റമർ ഉണ്ടായ വീഡിയോ എടുക്കാൻ. ഒരു താറ് കയറി വന്ന വരവ് കണ്ടു. ഇവിടുന്ന് ഇനി ഒരു അടുത്തൊരു ട്രിപ്പ് കിട്ടിയായിരുന്നു എങ്ങോട്ടെങ്കിലും പോയായിരുന്നു. ദൈവമേ, വെയിറ്റ് ചെയ്യിക്കരുതേ, ഒരെണ്ണം തരണേ. ഇന്നൊന്നും ഓടിയിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ക്യൂൻസ് വേയുടെ സൈഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നത്. കേട്ടോ, ഇവിടെ അങ്ങനെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ പാർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെയൊന്ന് ഒതുക്കാം. ഒതുക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം. വ്യൂ കണ്ടോ പൊന്നെ, വ്യൂ കണ്ടോ? പിള്ളേരൊക്കെ വൈകിട്ട് നടക്കാൻ വരുന്ന രാത്രിയിലല്ല, വെളുപ്പിന് 5 മണി വരെയും ഇവിടെ ആൾക്കാരുള്ള സ്ഥലമാണ്. എപ്പോഴും ആ സമയത്തൊക്കെ വരുവാണെങ്കിൽ ഞാൻ വീട്ടിൽ എടുത്ത് കാണിക്കാം. ആകാശത്തൊക്കെ നോക്കിയിരിക്കുന്നവരും നടക്കാൻ വരുന്നവരും സംസാരിക്കാൻ വരുന്നവരും ചായ കുടിക്കാൻ വരുന്നവരും എല്ലാവരും വരുന്നൊരു സ്ഥലമാണല്ലോ ക്യൂൻസ് അറിയാത്തവരായിട്ട് കൊച്ചിക്കാർ ഇല്ലല്ലോ. പ്രത്യേകിച്ച് ഡ്രൈവർമാർ അറിഞ്ഞിരിക്കണം. ഇപ്പോഴും അത്യാവശ്യം ട്രിപ്പ് കിട്ടുന്ന. ഇവിടെ നല്ല ബിൽഡിങ് പണിഞ്ഞ് വരുന്നുണ്ട്. വണ്ടി ഇടാനാണ് ഇവിടെ അങ്ങ് സ്ഥലമില്ലാത്തത്. എനിക്കതാ വയ്യാതെ. ഇവിടെ അങ്ങ് സ്പോട്ടില്ല വണ്ടി ഇടാൻ. അത്യാവശ്യം ഉള്ളിടത്തെല്ലാം അവന്മാർ കൊണ്ട് വണ്ടി ഒതുക്കിയേക്കുവാ. ഐസ്ക്രീം കഴിക്കാനായാലും എല്ലാത്തിനുമായാലും. നമ്മളിനി എവിടെ കൊണ്ട് വണ്ടി ഇടും മല്ലിയ? ഇവിടെ എങ്ങനെ നോക്കിയാലോ. ഇതിൻ്റെ പുറമോട്ട് ഒതുക്കാന്ന് വിചാരിച്ചാൽ അല്ല, അതിൻ്റെ പുറമോട്ടെങ്ങാനും ഒതുക്കാം. അത്യാവശ്യം തിരക്കാണ് ഇവിടെ. പൊളി മൂട്. ഏതാ പൈപ്പ്? പൊളി പൈപ്പ്. എൻ്റെ ഇടയ്ക്കൂടെ കയറ്റാൻ അത് ഇച്ചിരി പുറമോട്ടിട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ കയറ്റി വിടാൻ കിട്ടാൻ സ്ഥലമില്ലല്ലോ മച്ചാനെ. എൻ്റെ പൊന്നിനോവേ മാറിക്ക് വേറെ വണ്ടി വരുന്നു.
ഇടാ തിരക്കായി ഇവിടെ. ഒതുക്കാൻ സ്ഥലമില്ല ഗായ്സ്, വണ്ടി ഇടാൻ സ്ഥലമില്ല ഗായ്സ്. ഇവിടെ ഒരാളിപ്പോ ഇവിടെ ചേർത്തിട്ട് അതിനെ പുറകെ വണ്ടി ഇടും, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടിട്ട് കഴിഞ്ഞാലേ ഫൈൻ അടിക്കാനൊന്നും ഇല്ല. എന്നാലും ഇവിടെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ. നമ്മൾ നടത്തി ക്ലാസ് ഇനിയിപ്പോൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെയുള്ള സൈഡിൽ കിടക്കുന്ന ഏതെങ്കിലും വണ്ടിയുടെ പുറകെ കൊണ്ടുവരണം. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാ വിഷയം, വണ്ടി ഇടാൻ സ്ഥലം. വണ്ടിയൊക്കെ തിരിക്കുകയാണെങ്കിൽ ഈ വിഷയമില്ല. ഒരു ട്രെയിൻ തിരിയുന്നു, അവനെ വെട്ടിച്ച് നമുക്ക് നേരത്തെ തിരിയാം. അവൻ വന്ന് പിന്നെ പുറകെ എൻ്റെ പൊന്നെ വരുത്തും തിരിച്ചോണ്ടിരിക്കുകയല്ലയോ, അതിൻ്റെ ഇടയ്ക്കൂടെ വന്നിട്ട് തിരിക്കേണ്ട കാര്യമുണ്ട്. ഇവരുടെ ഒരു കോഫി കുടിക്കണം കുറച്ച് നാളായിട്ട് വിചാരിച്ചു. 19 രൂപ വില എങ്ങാണ്ട് ഡാക്ടറെ കോഫിക്ക് കുടിക്കണം കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. നിന്ന് ട്രിപ്പൊന്നും അടിച്ചില്ലെങ്കിൽ ഇവിടെ നിന്നാണ് ഒരു കോഫി ഒക്കെ കുടിച്ച് ഇവിടെ കാണാൻ ഇരിക്കുന്നത്. പേരും മിക്കവാറും ഇങ്ങനെ പോവാന്ന് നിൽക്കാണ്ട് വണ്ടി ഇടാന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് ഒരുത്തം കൊണ്ട് അവിടെ കൊണ്ട് വണ്ടി ഞാൻ ഇവിടെ ഇട്ടു. ഓ മൈ ഗോഡ്. നൈസായിട്ട് പുള്ളി അവിടെ നിന്ന് പോകുന്നുണ്ടപ്പോൾ ഞാൻ പുള്ളിയോട് നൈസായിട്ട് ചോദിച്ചു, ചേട്ടാ ഒന്ന് വെള്ളത്തെ കൊണ്ടുപോകാൻ ചോദിച്ചു. പുള്ളി പറഞ്ഞു പോയിട്ട് തിരിച്ച് വരുന്നില്ല, പുള്ളി അങ്ങോട്ടങ്ങ് പോവുക. ഈ റൂട്ടല്ല ഞാൻ വരുന്നത്, കാരണം ഇവിടെ വണ്ടി വെള്ളം ഇവിടെ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പുള്ളി പറഞ്ഞു ഞാൻ ആ റൂട്ടല്ല, ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടങ്ങ് പോകുകയാണ് എന്ന് പറഞ്ഞു. പുള്ളി എന്താ ആവശ്യത്തിന് വന്നേ, അവിടെ കെട്ടിയിട്ടിട്ട് അങ്ങോട്ടങ്ങ് പോയതാണ്. അപ്പോൾ പുള്ളി ബൈ പറഞ്ഞ് അങ്ങോട്ടങ്ങ് പോയി. ഞാൻ പുള്ളിയോട് ചോദിച്ചായിരുന്നു അങ്ങോട്ട് റൗണ്ട് അടിക്കുമെന്ന് ചോദിച്ചായിരുന്നു. പുള്ളി പറഞ്ഞ് അങ്ങോട്ട് പോവുക, തിരിച്ച് ഈ റൂട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. എന്താ ചെയ്യാനാ മല്ലയ്യ. മച്ചാൻസ് കറക്റ്റ് നമ്മൾ എയർപോർട്ടിലേക്ക് ഒരു ഓട്ടം കിട്ടി. ഹ്യൂൻഫീൽഡ് അവിടെ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു എനിക്ക്. പക്ഷെ ആ ട്രിപ്പ് ഈ പറഞ്ഞ പോലെ ഇതായില്ല. മീൻസ് പുള്ളി അത് ക്യാൻസൽ ചെയ്ത് നേരെ എനിക്ക് അടുത്തടിച്ചത് നേരെ നമ്മുടെ എയർപോർട്ടിലേക്ക് അടിച്ചു. അപ്പോൾ എയർപോർട്ടിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുക. കറക്റ്റ് നോ പാർക്കിങ്ങിന് കീഴിലുണ്ട് വണ്ടി ഇട്ടേക്കുന്നത്. എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഇട്ടേക്കുന്നത്. ആൾക്കാരും ഇവിടെ കിടക്കട്ടെ. നമ്മുടെ കറക്റ്റ് വന്ന ഷെഫ് താണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അന്ന് വന്നില്ല ഷെഫ്, നമ്മുടെ പുള്ളി ഇവിടെ വർക്ക് ചെയ്യുന്നു. അവനെ വിളിച്ചു, പക്ഷെ അവൻ ഡ്യൂട്ടിയില്ല, അവൻ ഇറങ്ങി വരത്തില്ല. ഇല്ലായിരുന്നു അവനെ പൊക്കായിരുന്നു. ഓക്കെ, അപ്പം ഇനി ഇവിടെ നിന്ന് അടുത്ത ട്രിപ്പ് അടിക്കണം. ഹലോ മച്ചാൻസ്. എയർപോർട്ടിൻ്റെ സൈഡിലാണ് വണ്ടികളെല്ലാം കിടക്കുന്നുള്ളൂ. എയർപോർട്ടിൽ വന്നുള്ള അവസ്ഥ എന്ന് വെച്ചാൽ ഇതാണ്. ഇതുണ്ടല്ലേ 205 വണ്ടിയുണ്ട് ക്യൂവിൽ. അത് ഈ രാത്രി 9:30. ഇല്ലാതെ ഇനി എപ്പോൾ അടിച്ചിട്ട് പോകാനൊരു പിടുത്തമില്ല. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് മാറി വെളിയിലോട്ട് ഇറങ്ങിപ്പോകും. ഒരു 10 മണി വരെ നോക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടില്ല, ഞാൻ ഇവിടെ ഇപ്പോഴേക്ക് വണ്ടി എടുത്ത് നേരെ ആലുവ കളമശ്ശേരി സൈഡ് പിടിക്കും. ആലുവ കളമശ്ശേരിയിലോട്ട് പോകും. അവിടെ നിന്ന് അങ്ങനെ അടിച്ച് വല്ല മെട്രോ സ്റ്റേഷൻ്റെ എങ്കിലും കിട്ടാതിരിക്കത്തില്ല. വേറെ വണ്ടിയൊക്കെ പോകല്ലേ. ഇതിപ്പോൾ അടിക്കാൻ ഭയങ്കര താമസമായിരിക്കും, ഭയങ്കര ലേറ്റ് ആവും ഇതിപ്പോൾ അടിച്ച് പോകാനായിട്ട്. വന്നത് എവിടെ വന്നോ അവിടെ തന്നെ കിടക്കുന്നേ ഉള്ളൂ. ഭയങ്കര പോസ്റ്റാണ്. ചിലപ്പോൾ വന്ന് കയറി അന്നേരം തന്നെ ട്രിപ്പ് കിട്ടും, ഇല്ലെങ്കിൽ ഇതുപോലെ പോസ്റ്റാവും. വണ്ടിയെല്ലാം കിടക്കുന്നേ ഉള്ളൂ. ഹലോ മച്ചാന്മാരെ, ഗുഡ് മോർണിംഗ്. വെൽക്കം കൊച്ചി. ഓക്കെ, അപ്പോൾ രാവിലെ എയർപോർട്ട് സൈഡിലാണ് ഞാൻ. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയതാ. എനിക്കൊരു ആലുവ വരെ പോയി. അപ്പോൾ ആലുവയിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ സൈഡിലോട്ട് ഏതോ ഒരു വഴിയിൽ ഒരു ട്രിപ്പ് കിട്ടി. അതായത് എയർപോർട്ടിൻ്റെ അകത്ത് കുറേ വീടുകളുണ്ടല്ലോ, കയറി പോകുന്ന വഴിക്ക് അവിടോട്ട് ട്രിപ്പ് കിട്ടി. അപ്പോൾ വീണ്ടും നേരെ അങ്ങോട്ടത്തേക്ക് വന്നു. അങ്ങനെ വീണ്ടും എയർപോർട്ടിനകത്തായി. അത് വെളുപ്പിനെ അടിച്ച്. അപ്പം വീണ്ടും ഇപ്പോൾ 131-135 വണ്ടിക്കകത്താ ഇനിയും ഉള്ളത്. ഉണ്ടോ 4 മണിക്ക് ശേഷം ഒന്നും ഓടിയിട്ടില്ല. 6:20 ഇപ്പോൾ ഒരു 131-135 വണ്ടിക്കകത്തിലുണ്ട് ഇനി. പിന്നെ ഇവിടുന്ന് ട്രിപ്പ് എടുത്തിട്ട് നമുക്ക് പോവാം. മച്ചാനെ ഇപ്പോഴും വണ്ടി 101-105 കിടക്കുന്നേ ഉള്ളൂ. നല്ല ചൂടടിച്ചു തുടങ്ങി. ഞാനെന്നാൽ ഇവിടുന്ന് പുറത്തോട്ടൊന്ന് വലിയാണ്. ജസ്റ്റ് എന്നിട്ട് കാര്യമില്ല, കുറച്ച് നേരമായി വെളിയിലെങ്ങാനും പോയി കിടന്ന എന്തെങ്കിലും ഒരു ഓട്ടം വരാതിരിക്കത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇവിടെ നിന്ന് പോയതാ അന്നേരം രാത്രിയിൽ പോയിട്ട് പിന്നെയും ഇവിടെ അകത്തൊരു വന്ന് എയർപോർട്ടിനകത്തല്ല ട്രിപ്പ് കിട്ടിയേ, അതിൻ്റെ വെളിയിൽ കിട്ടിയത്. അപ്പോൾ ഞാൻ വെളിയിൽ അങ്ങ് വെയിറ്റ് ചെയ്തത്. അപ്പം ഓൾറെഡി വെയിറ്റിംഗ് ക്യൂവിലായിരുന്നു.
അതുകൊണ്ട് 101 105 വണ്ടിയിൽ ഇപ്പോഴും കിടക്കുന്നത്. ഇത് അങ്ങോട്ട് കുറയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് യൂട്ടേൺ എടുക്കണമെങ്കിൽ അങ്ങ് പോയി യൂട്ടേൺ എടുത്തിട്ട് വരേണ്ടി വരും. അപ്പോൾ അവിടെ എന്തായാലും ഒന്ന് പുറത്തിറങ്ങാം, അതായത് നടക്കത്തുള്ളൂ പരിപാടി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ഭാഗ്യം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ ട്രിപ്പ് കിട്ടും, നമുക്ക് അന്നേരം തന്നെ ഇറങ്ങി പോവുകയും ചെയ്യും. പക്ഷേ ഇത് വള്ളിയാണ്. ഇത്രയും ടൈമിംഗ് ഒക്കെ ഭയങ്കര റിസ്ക്കാണ്. ഒന്നെങ്കിലും ഇവരിങ്ങനെ ടൈമിങ് കാണിക്കില്ല, നമ്മളങ്ങ് പുറത്ത് പോകും. ഓൾറെഡി വണ്ടി ഉണ്ടെങ്കിൽ വിളിച്ചാൽ ബുക്കിംഗ് കിട്ടില്ല. 24 മണിക്കൂറിനകത്ത് വണ്ടി ഉള്ളതാണ്. നമ്മളാ പുറത്ത് പോയി കിടന്ന് ഓടുകയും ചെയ്യും. എന്തായാലും ഇന്നത്തെ ഇനി പുറത്തിറങ്ങണമെങ്കിൽ അവിടുത്തെ യൂട്ടേൺ എടുത്തിട്ട് കയറി വരേണ്ടി വരും. വെറുതെ അതിനകത്ത് കയറി ഇരിക്കാനും പറ്റത്തില്ല. 60 രൂപ 10 മിനിറ്റിന് 60 രൂപ ചാർജാണ് ടാക്സി വണ്ടിക്ക്. എന്താ എത്ര ചാർജ് കൊടുക്കുകയാണ് എപ്പോഴും. എനിക്ക് നല്ല ഓട്ടമുള്ള സമയത്താണെങ്കിൽ 1-2 തവണ നമ്മൾ എയർപോർട്ടിനകത്ത് കയറിയിട്ട് ഇറങ്ങുന്നത്. അന്നേരം എല്ലാം 60 രൂപ ചൂടാണ്. കസ്റ്റമറിന് കിട്ടുന്നുണ്ട് എങ്കിൽ കൂടി ഈ ടാക്സി വണ്ടിക്ക് മേടിക്കുന്ന പൈസ ആകാരമില്ല. കാരണം 2-3 തവണ കയറി പോകുന്നത് അതിനകത്ത്. ചോദിക്കാം, കസ്റ്റമറെ പിക്കപ്പ് ചെയ്യുന്ന കസ്റ്റമറെ കൊണ്ട് വെളിയിറക്കി വിട്ടിട്ട് പോയാൽ മതിയോ? പയ്യാഞ്ഞിട്ടൊന്നുമല്ല. പിന്നെ വെറുതെ എന്തിനാ അവരെ കൂടെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. 10 പേര് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ താൻ ഇതൊക്കെ മതി. ടാക്സി വണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഏറ്റവും കൂടുതലിനകത്ത് വരുന്ന പ്രൈവറ്റ് വണ്ടിയൊക്കെ ടാക്സി വണ്ടി തരാം. അതല്ലോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരുടെ ടോളും താഴെ എടുത്ത് മാറ്റും. പിന്നെ ആരും നിൽക്കുന്നില്ലെന്നുള്ളൂ. അതുപോലെ തന്നെ ഈ അരൂരെ ടോളും ഈ കണ്ടെയ്നറുള്ള ടോളും. അരൂരൊക്കെ എന്തോ വർക്ക് നടക്കും, അതിൻ്റെ ഇടയ്ക്ക് ടോളും മേടിക്കുന്നുണ്ട്. ആരും ചോദിക്കാനും ഇല്ല, ഒന്നുമില്ല. അതാണ് വിഷയം. അരൂർ ആ ആലപ്പുഴ റോഡ് പണി നടക്കില്ല. അവിടെ നിങ്ങോട്ട് ആ ട്രാഫിക്കിനിടെ കുത്തിക്കയറ്റി ഇന്നലെ കിടന്ന പയ്യന്മാരൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അടിപൊളി. ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഉള്ള പയ്യന്മാർ വണ്ടിയൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. 741 എല്ലാം കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ആ ടോൾ മേടിക്കുന്നുണ്ട്. എന്തൊരു ടോൾ മേടിക്കുമോ എനിക്കറിയത്തില്ല. ഉള്ള റോഡ് പണിയല്ലേ, എല്ലാവരും കൊടുക്കാൻ റെഡി. കൈ ദിവസം കരണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ പുറകെ കിടക്കുന്ന വണ്ടിക്കാർ ഹോൺ അടിക്കുന്നത് കൊണ്ട് അവരത് വിട്ടിട്ട് പയ്യന്മാരുടെ കൊടുത്തിട്ട് കയറിപ്പോയി. അപ്പോൾ രാവിലെ ഇനിയിപ്പോൾ പുറത്തിറങ്ങാൻ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് ഇനി പുറത്തിറങ്ങണമെങ്കിൽ 5 കിലോമീറ്റർ ഉണ്ട്. അത്ര ഓടണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങി. ഇനിയും കിടപ്പുണ്ടോ 101 105 വണ്ടി. അത് യൂബർ ഗോ മാത്രമാണ് ഈ 101 105 വണ്ടി. സെഡാനുണ്ട്, എക്സലുണ്ട്, അതെല്ലാം കിടപ്പുണ്ട്. ഇന്നലെ ഞാൻ ഇവിടെ കിടന്നതാണ് നീല വണ്ടിയുടെ ഫ്രണ്ടിലാണ്. മറ്റേ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. എല്ലാവരും ഇവിടെ കിടപ്പുണ്ട്. അപ്പം ഇനി നിന്നിട്ട് കാര്യമില്ല. അവരൊക്കെ ഞാൻ അന്നേരം നിന്നപ്പോൾ അവർക്ക് എനിക്ക് 150 ആ പുള്ളിക്ക് 135 to 140 ഉണ്ടായിരുന്നു. എനിക്ക് 181 184 85 അന്നേരം എനിക്ക്. ഇപ്പോൾ 101 to 105 എനിക്ക് വരുന്നുണ്ട്. അത്രയും ക്യൂവിനകത്താണ് ഞാൻ ഉള്ളത്. പക്ഷെ അപ്പോൾ പുള്ളി അപ്പോൾ ഒരു 10-30 കാണും. എന്നാലും പുള്ളി ഇതുവരെ ഇറങ്ങി പോയിട്ടില്ല. പുള്ളി ഇറങ്ങി പോയിട്ട് മണിക്കൂർ 10 കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇറങ്ങും. ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഉച്ചയാവുന്നില്ല. അത് കണ്ട അവരുള്ള പുറത്തുള്ള ഏതെങ്കിലും ഓട്ടം കിട്ടിട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് പുറത്തോട്ടൊന്ന് പോവാണ്. എൻ്റെ പൊന്നോ എന്ത് കഷ്ടമാണ് നോക്കണേ. ട്രിപ്പ് കിട്ടിയില്ല, വൻ ശോഭമാണ്. ചെറുതാണെങ്കിൽ പോലും ട്രിപ്പിളിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ബുദ്ധി വരത്തില്ല. പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. മോനെ ഇന്ന് എമ്പുരാൻ റിലീസാണ്, ടിക്കറ്റും കിട്ടിയില്ല. ഇന്ന് റിലീസ് ഡേ ആ മുന്നേ കുറച്ച് കഴിയുമ്പോൾ അറിയാം റിവ്യൂസും കാര്യങ്ങളൊക്കെ. ഭയങ്കര ഹൈപ്പാണ്. ജാടം ഇനി അടിപൊളിയാണ്. പക്ഷെ റിവ്യൂസ് വരുന്നവൻ പറഞ്ഞ ഒരു നെഗറ്റീവ് പറയുന്ന അവന്മാരും ഉണ്ടാവുമല്ലോ. അവന്മാരെ കാണണ്ട, അവന്മാരെന്തോ പറയുന്നതാണ്. പടം അടിപൊളിയായിരിക്കും, പടം കിണ്ണം പടമായിരിക്കും. പക്ഷെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു. ഇന്നൊക്കെ കാണാൻ പോയില്ലെങ്കിൽ ആ ഒരു സുഖം കിട്ടത്തില്ല. ഇന്നും കാണാൻ പോകണം. ഒരു ലാസ്റ്റ് അതായത് തിയേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് 2 ദിവസം മുന്നേ ഒന്ന് പോയി കാണണം. എന്നാലേ കറക്റ്റ് ഡയലോഗ് കിട്ടത്തുള്ളൂ. ഇന്നും പോയ ആവേശങ്ങളായിരിക്കും. ഫുൾ ആടി വേടി വരുമ്പോഴും ആലപ്പും ബഹളവും അർമാതിയായിരിക്കും ഇന്ന്. പക്ഷെ ഇന്നും പോകണം. ആ ഒരു ആരവവും ആ ഒരു ആവേശവും കാണാനും കേൾക്കാനും അതിനകത്ത് പങ്കെടുക്കാൻ ഇന്നും പോകണം. തിയേറ്റർ ഫസ്റ്റ് ഷോയ്ക്കും പോകണം. പിന്നെ നമ്മുടെ ലാസ്റ്റ് തിയേറ്ററിൽ നിന്ന് മാറ്റുന്നതിന് മുമ്പുള്ള 2 ദിവസം മുന്നുള്ള ദിവസം ഒരു അങ്ങനെ ഡയലോഗ് കറക്റ്റ് കേൾക്കാൻ പറ്റും. ഇരുന്ന് കണ്ട് ഇതാവണം. പക്ഷെ കാണാൻ പറ്റിയില്ല. 2 ദിവസം കഴിയുമ്പോൾ ഒന്ന് പോകണം. തിരക്കെന്നല്ല, ഇൻഡിക്കേറ്റർ പോലും ഇവിടെ തിരിക്കുക. ഒന്നാമത് നല്ല കിട്ടണം. വെയിറ്റിംഗ് ഇൻ ക്യൂ. ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട്, കാണാമോ? അത്രയും ദൂരത്ത് പിടിക്കത്തില്ലെന്ന് തോന്നുന്നു. നല്ല വ്യൂ ആയി ഈ റോഡ് കേട്ടോ. ഈ റോഡെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഈ ഒരു വിഷ്വലിനകത്ത് നമുക്ക് ആ ഫ്ലൈറ്റ് കാണാൻ പറ്റും.
നല്ല രസം. കറക്റ്റ് ഹൈറ്റിൽ പതുക്കെ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. രാവിലെ ജോലിക്കാരൊക്കെ പണി തുടങ്ങി. ഇനി ഇത് നേരെ അത് അങ്കമാലി റൂട്ട് റൈറ്റ് പോയാൽ ലെഫ്റ്റ് നമ്മൾ കയറി ആലുവ റോഡ്. ആരെങ്കിലും കൈ കാണിച്ച് കയറ്റിക്കൊണ്ട് പോയാൽ ഓട്ടോക്കാർ കയറ്റുന്നതിൻ്റെ വീട്ട്. പക്ഷെ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല. അതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ടാക്സി നമ്മൾ ഉള്ളതാണ്. ഓൺലൈൻ ടാക്സി. അപ്പോൾ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓട്ടോക്കാരൊക്കെ പോകുമ്പോൾ ഓട്ടോക്കാർക്ക് യൂബറിന് ട്രിപ്പ് അടിക്കും. ഓൾറെഡി അവർക്കാണെങ്കിൽ ആരെങ്കിലും വഴിയിൽ നിന്നൊരു ഡ്രോപ്പ് കൈ കാണിച്ച് കഴിഞ്ഞാൽ അവരെ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റും. നമ്മളിത് കാറായതുകൊണ്ട് ആൾക്കാർക്ക് അറിയത്തില്ല. ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നുള്ളൂ. ബാക്കി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ യൂബർ ബുക്ക് ചെയ്താൽ ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ വണ്ടി ഓടൂ എന്നുള്ളത്. അങ്ങനല്ല. വഴിയിൽ നിന്നൊരു കൈ കാണിച്ചാൽ യൂബറിൻ്റെ പൈസയ്ക്ക് നമ്മൾ കൊണ്ടുവിടും. അതിപ്പോൾ നമ്മളോട് എത്ര പോരെന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഇല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങനെ നമുക്കൊരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും കൈ കാണിച്ച് അങ്ങോട്ടൊന്ന് ഇറങ്ങി ഒരു ഇന്ന ഹോസ്പിറ്റൽ വരെ പോകണം യൂബറിൻ്റെ ചാർജ് ഇടാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് കൊണ്ടുപോകും. അതായത് യൂബർ ക്ലോസ് ചെയ്ത് നമ്മളങ്ങ് കൊണ്ടുപോകും. പക്ഷെ അങ്ങനെയൊന്നും ആരും നമ്മളതിനകത്ത് അങ്ങനെ ഇത് കാണിക്കുന്നില്ല. അതാണ് അത്. ഓട്ടോക്കാർക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓട്ടോ ആയതുകൊണ്ട് കൈ കാണിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ കാണുന്നതല്ലേ. യൂബർ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടാ അങ്ങോട്ട് ഇറക്കിയേക്കുമ്പോൾ ചോദിക്കുമ്പോൾ 10-50 രൂപ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ അവർക്ക് ചെറിയ ഓട്ടങ്ങൾ കിട്ടും. യൂബർ ഗോയെക്കാട്ടിലും ബെറ്റർ എന്ന് പറയുന്നത് ഈ സെഡാൻ തന്നെയാണ്. കാരണം അതിനാകുമ്പോൾ 2 ഓട്ടം കിട്ടും. യൂബറിൻ്റെ ഗോയുടെ ഓട്ടം കിട്ടുന്നുണ്ട്, മറ്റേ നമ്മുടെ സെഡാൻ്റെ ഓട്ടം കിട്ടും. അതിലും ബെറ്റർ എക്സലാണ്. പക്ഷേ എക്സലിലെ വണ്ടിക്ക് എർട്ടിക പോലത്തെ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. എർട്ടിക, ഇന്നോവയൊക്കെ പഴയ ഇന്നോവയൊക്കെ കിടപ്പുണ്ട്. പക്ഷെ അതിനൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വിഷയം. ആ ഗോവയുടെ പൈസയ്ക്ക് അല്ല ഇതിൻ്റെ പൈസയ്ക്ക് ഗോവയുടെ പൈസയ്ക്ക് നമുക്ക് ഇത് ഓടി മുതലാക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ സെഡാൻ ഓടി മുതലാക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എക്സൽ ഓടി മുതലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സൽ ആകുമ്പോഴത്താണ് 26 രജിസ്ട്രേഷൻ വണ്ടി കിടക്കുന്നത്. എല്ലാം വെയിറ്റ് ചെയ്ത് കിടക്കുക. അപ്പം എക്സൽ ഓടുന്നവർക്ക് ഗോയ ഓടാം, സെഡാനും ഓടാം, എക്സലിൽ ഓട്ടോ ഓടാം. അവർക്കാകുമ്പം ഇന്റർസിറ്റി കിട്ടും, പാക്കേജ് കിട്ടും. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് ഈ എർട്ടിക അങ്ങനത്തെ വലിയ വലിയ വണ്ടികൾക്ക്. പക്ഷെ അവർ ഗോയ ഓടുന്നവരുണ്ടെങ്കിൽ കൊടുത്തു. അതൊക്കെയാണ് അവർ ഗോയൊന്നും മാറ്റി വെച്ചാൽ നമ്മളെ പോലുള്ള കൊച്ചു വണ്ടികൾക്കൊക്കെ ഇച്ചിരി ഓട്ടം കിട്ടിയാനാണ്. ഇവിടെ കൊച്ചുവണ്ടി എന്ന് പറയുന്നത് ഇയോണുണ്ട്, ആൾട്ടോ, കേട്ടൺ, മാരുതി, പിന്നെ നമ്മുടെ വാഗണർ, അങ്ങനത്തെ കുറേ വണ്ടികളാണ് ഇപ്പോഴത് ഇത് ഓടുന്നത്, ഗോയ ഓടുന്നത്. ഇതിപ്പോ ശരിക്കും ദേശമായി. ദേശം വിനീത് ശ്രീനിവാസന്റെ ഒരു പടത്തിലുണ്ട് ദേശം സ്ഥലം. ആ ദേശമാണ് ഈ ദേശം. പക്ഷെ ഇത് മെയിൻ ദേശം. ഇതിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും സ്ഥലമായിരിക്കും ആ ദേശം. അമ്മേ ഇൻഡിക്കേറ്ററൊക്കെ ഇച്ചിരി വലുതായിട്ടൊക്കെ ഇടുന്നത് കാണുന്ന പോലും ഉള്ള കമ്പി എല്ലാം കൂടെ വെച്ചിട്ട് കാണുന്ന പോലും ഇല്ല ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടു. ഇത് വെറുതെ ഓടി ഇങ്ങ് വരുവാന്നല്ലോ. ഒരൊറ്റ ട്രിപ്പ് അടിക്കണം മോനെ. നമ്മൾ അതുകൊണ്ടൊക്കെ പോവാണ്. എന്താടാ രാവിലെ 7:45 ആൾക്കാർ പുറത്തിറങ്ങിയാലല്ലേ ട്രിപ്പ് അടിക്കുന്നത്. ആൾക്കാർ പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയില്ലെങ്കിൽ ചായ അടിക്കാം. അല്ല ഞാൻ ഇവിടെ കണ്ടോ ഒതുക്കത്തെ ഒരു ചായ അടിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ഇത്രയും ഓടി ഭയങ്കര നഷ്ടമാകും. 5-7 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി. അത് രാവിലെ ചായ അടിക്കാം. ഒരു ചായ അടിച്ചിട്ട് ബാക്കി തുടങ്ങാം. അപ്പം എന്തോ ചെയ്യാനാ, ചായ കൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുന്ന് പതുക്കെ തെറിക്കാം. അങ്ങോട്ട് തെറിക്കുക വെച്ചാൽ നോക്കട്ടെ. ഈ ട്രെൻഡ് നോക്കുവാണെങ്കിൽ ആലുവയിൽ ഇച്ചിരി കുറവാണ്. പക്ഷെ 8 മണി കഴിയുമ്പോൾ അടുത്ത സെക്ഷൻ അടുത്ത ലെവലിൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 8 മണി കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ നിന്നും അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോയി കളമശ്ശേരി സൈഡോ അല്ലെങ്കിൽ പത്തടിപ്പാലം കഴിഞ്ഞിട്ട് അവിടെ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാം. അവിടെ എവിടെയെങ്കിലും കിടക്കാം. എന്തായാലും ഇന്ന് ഓടണം കുറച്ചെങ്കിലും.
ഇന്നലെ ആ എയർപോർട്ട് കിട്ടി വന്ന് തിരിച്ചൊരു എയർപോർട്ടിലൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്നലത്തെ അടിപൊളിയായിരുന്നു. ഇന്നലത്തെ ഓട്ടം കറക്റ്റായിരുന്നു. പക്ഷെ ഇന്നത്തെ ഓട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അടുത്ത ട്രിപ്പ് അടിക്കണം. നോക്കാം, വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇത്ര വെയിറ്റ് ചെയ്തില്ല. ഒന്ന് റേറ്റിംഗ് 4.96. 1 വർഷവും 10 മാസമായിട്ട് ഞാൻ ഓടിക്കുന്നുണ്ട് വണ്ടി. ഇതുവരെ 1922 ട്രിപ്പ്, ടോട്ടൽ ട്രിപ്പ് അത്ര എടുത്തു. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. 1 ഇയർ വിത്ത് യൂബർ. 500 പ്ലസ് 5 സ്റ്റാർ ട്രിപ്സ് കിട്ടി, 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടി. വാഹനങ്ങൾ പാർക്ക് ചെയ്യരുത്. ഓ, ഈ കടവിൻ്റെ അങ്ങേ ലെഫ്റ്റിലാണ് നീന്തൽ പഠിപ്പിക്കും. അന്ന് ഞാൻ കാണിച്ചില്ലേ, ഫ്രീ നീന്തൽ പഠിപ്പിക്കും. ദേശം കടവില്ല. നീന്തൽ പഠിക്കാൻ പോയാലോ, നല്ലതായിരുന്നു. രാവിലെ ഒരു ഉണർവായി. ഷാപ്പ് കറികൾ, പ്ലാവിൻ ചുവട്ടിൽ റെസ്റ്റോറൻറ്റ്, അതൊന്നും തുറന്നില്ല. ഇവിടെ എങ്ങാനും വെയിറ്റ് ചെയ്താലോ, നല്ല തണലുണ്ടായിരുന്നു. ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് കിടക്കാം. വെറുതെ എന്തിനാ ഓടിപ്പോന്ന്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്ത് കിടക്കുന്നത് മൊറാൻഡ് അല്ലല്ലോ, എന്ത് സോഫാസ് ആൻഡ് മോർ. അതിൻ്റെ ഫ്രണ്ടില്ല, ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ. ഞാൻ മോറൊന്നും മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാലേ, അവരവിടെ ഷോപ്പ് തുറന്നു. കട തുടങ്ങാനുള്ള സമയമായി. 8 മണിയായപ്പോഴത്തെ സെക്യൂരിറ്റി വന്ന് കട തുറന്നു. വെള്ളം ഒഴിച്ചേ. അപ്പൊ ഇനി നമ്മളിവിടെ കിടന്നു കഴിഞ്ഞാൽ പുള്ളി പറയും, മന്നെ വണ്ടി എന്ത് മാറ്റിയിട്ട് മന്നെ എന്ന് പറയും. അതിലും നല്ലത് നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് മുന്നോട്ട് പോവാം. പറയുന്നതിലും നല്ലത് ഇവിടെ ഇതാ, മറ്റേ സോഫാസിൻ്റെയും ഒരു ഫർണിച്ചർ ഷോപ്പാണ്. അപ്പം വണ്ടി കയറാനുള്ള സ്ഥലം വേണം. അപ്പം പുള്ളി ഷോപ്പ് തുറന്നു. ഷോപ്പല്ല, ഫ്രണ്ട് വെച്ചേക്കുന്ന മറ്റേ ഇതൊക്കെ എടുത്ത് മാറ്റി കടയുടെ ഫ്രണ്ടിൽ. സെക്യൂരിറ്റി വന്നിട്ട് പിന്നെ നമ്മളവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ പുള്ളി പറയും, ഒന്ന് മാറ്റിയിട്ടേക്കുവോ വണ്ടി എന്ന് പറയും. അപ്പം നമ്മൾ പതിയെ വണ്ടി എടുത്ത് വീണ്ടും മുന്നോട്ടത്തേക്ക്. ഇവിടെ നിന്ന് ആക്സെപ്റ്റ് മന്നെ ആക്സെപ്റ്റ് 201 ആരാന്നൊന്നും കണ്ടൊന്നുമില്ല, പഠിച്ചു എടുത്തു. ഓ മൈ ഗോഡ്, യു ടൈം പോണമല്ലോ ഇനി. ഇതൊക്കെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് വേണം തിരിയാൻ, ഇല്ലെങ്കിൽ പണി പാടും. സിഗ്നൽ വീണ് കിടക്കുക. പോ. ഓ മൈ ഗോഡ്, ഇവിടെ ഒരു കടയിൽ കയറണമെന്ന് വിചാരിച്ചു. പൊന്നു മോനെ, സിഗ്നൽ വീണല്ലോ. ഇനിയും കസ്റ്റമറിനെ പിക്ക് ചെയ്യണം. ആകെ 1 മിനിറ്റ് എങ്ങാണ്ട് ഉള്ളൂ ഇനി കസ്റ്റമറിനെ പിക്ക് ചെയ്യാൻ. ഇവിടെ എവിടെയോ നിപ്പുണ്ട്, 400 മീറ്ററിനകത്ത് എവിടെയോ നിപ്പുണ്ട്. കസ്റ്റമറിൻ്റെ അടുത്തെത്തുമ്പോൾ ഞാനിത് ഓഫ് ചെയ്യണം കേട്ടോ. ഒന്നാമത് ഒരു ലേഡി കണ്ട കിടക്കി ഇനി വീഡിയോ എടുത്തെന്ന് പറയുന്ന ശിവ. അപ്പോൾ അവിടെ നിന്ന് ഇനി ഔട്ട് ഇറങ്ങണം. ഔട്ടല്ല, പുറത്തോട്ട് പോകണം. ഞാൻ കാണിച്ചു തരാം. ഹോസ്പിറ്റലല്ല, കോളേജ് മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. രാവിലെ എല്ലാവരും വരുന്നുള്ളൂ. റൗണ്ട് ബോട്ട് എടുത്ത് കാണിച്ചു തരാം. ഗുരുദേവ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇതാണ് ഹോസ്പിറ്റൽ ഏരിയ. അപ്പോൾ അവിടെ നിന്നും പുറകിലാണ് നമ്മൾ ആ കഷ്ടപ്പുണ്ട്. പക്ഷെ അവിടെ കരിക്ക് വിൽപ്പനക്കാരൻ, കോഴിക്കടയാ അത്. ഇത് ഏത് സ്ഥലം? നോർത്ത് പറവൂര് പോകുന്ന സൈഡെങ്ങാണ്ടായത്. ഇവിടെ നിന്ന് നീ എപ്പോൾ ട്രിപ്പ് അടിക്കുന്നത് അമ്മേ? വെയിറ്റ് ആൻഡ് സീ. അതല്ലേ എല്ലാ സീനിലും വെയിറ്റ് ആൻഡ് സീ തന്നെയാണല്ലോ. അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രം.
ലാല റെസ്റ്റോറൻറ്റ് ഹോട്ടലിൻ്റെ പാർക്കിംഗ് പോപ്പുലർ ടാങ്ക് ഗ്യാപ്പില്ലല്ലോ നിർത്താൻ ചെറിയ റോഡാ പക്ഷെ നല്ല തിരക്കുണ്ട് അതുവരെ ഇവിടെ കിടക്കട്ടെ പക്ഷെ കസ്റ്റമറെ പിക്ക് ചെയ്യേണ്ടത് ടാസ്ക് ആണ് 4.6 കിലോമീറ്റർ ഉണ്ട് പിക്ക് ചെയ്യാനെ കൊണ്ട് അതൊരു ടാസ്കാ നോക്കട്ടെ കസ്റ്റമറിനെ പിക്ക് ചെയ്യണമെങ്കിൽ ഒരു ഇച്ചിരി ദൂരം പോകേണ്ടി വരും അയ്യോ റിട്ടേൺ ആയിരുന്നു കൊണ്ട് റിവേഴ്സ് ആയിരുന്നു റിവേഴ്സാ പോകേണ്ടത് അപ്പം വണ്ടികൾ അങ്ങോട്ട് തിരിക്കേണ്ടി വരും വണ്ടി പോസ്റ്റ് ഉണ്ടായിരുന്നു ചെറിയ റോഡായിട്ട് മരട് ഓപ്പുണ്ട് മരട് ഭാഗ്യം പുള്ളി നിർത്തി തന്നു പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ബാക്കി മെസ്സേജ് ഇനി 1 കിലോമീറ്ററൂടെ ഉള്ളൂ ഇതുപോലത്തെ റോഡ് എനിക്കൊന്ന് കുറേ കൃഷിയുള്ള കണ്ടം ഏരിയാന്ന് തോന്നുന്നു ഇവിടെയൊക്കെ നല്ല ചെറിയ റോഡാണെന്നാലും നല്ല അടിപൊളിയാണ് നല്ല രസമാണ് ഇവിടെയൊക്കെ ഇതുവഴിയൊക്കെ പോകാൻ മറ്റേ തിരക്കിനകത്ത് അപേക്ഷിച്ച് നോക്കുമ്പോഴേ ഈ റോഡൊക്കെ സ്വർഗം റോഡ് കിടക്കുന്നതാണല്ലേ അടിപൊളിയാണ് വയലിന് സെൻട്രലായിട്ടൊരു അമ്പലം അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ അപ്പോൾ മരട് വരെ കൊണ്ടുപോകണം അപ്പോൾ മരടാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത് മരടാണ് ഇവിടുന്ന് പിക്കപ്പ് ചെയ്തിട്ട് മരട് ഡ്രോപ്പ് ചെയ്യണം അപ്പം ഇത് കഴിയുമ്പോൾ ഞാൻ പറയാം ബാക്കി ഇന്നത്തെ രൂപയ്ക്ക് ഓടി എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് ബാക്കി ഓട്ടം കിട്ടിയെന്നുള്ളതൊക്കെ ഉള്ളത് ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കിന് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മച്ചാനെ ഇതിനകത്തെങ്ങാണ്ടാണ് ഈ ഒരു 650 മീറ്ററിനകത്തെങ്ങാണ്ട് എവിടെയോ ഒരു കസ്റ്റമറല്ല നമ്മുടെ കസ്റ്റമർ ഇപ്പോൾ ഉണ്ട് അപ്പം നോക്കട്ടെ കസ്റ്റമറിനെ പിക്ക് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് അപ്പം മച്ചന്മാരെ ഉച്ച 12:20 ടൈമായി ഇതുവരെ ഞാൻ നോക്കിയിട്ട് ട്രിപ്പ് ഏകദേശം ഒരു 4 ട്രിപ്പ് എടുത്തു 4 ട്രിപ്പ് എടുത്തിട്ട് 20,000 രൂപ ആയി എയർപോർട്ടിൽ നിന്ന് പിക്കപ്പും ഡ്രോപ്പും കിട്ടിയതുകൊണ്ടാണ് പിക്കപ്പേ ഉള്ളായിരുന്നു അല്ല ഡ്രോപ്പേ ഉള്ളായിരുന്നു അവിടുന്ന് ഒരു പിക്കപ്പ് കിട്ടിയിട്ടില്ല അത് ഞാൻ വെളിയിൽ പോയി നല്ലത് എനിക്ക് കിട്ടിയതാണ് ഒരു എയർപോർട്ടിനകത്ത് ഞാൻ പിക്കപ്പ് ചെയ്തില്ല കാരണം എനിക്ക് ട്രിപ്പ് കിട്ടിയില്ല അതിന് അപ്പം ഞാൻ അവിടുന്ന് കയറി ഇറങ്ങി തിരിച്ച് കടവന്ത്ര വന്നു അല്ല നമ്മുടെ മരട് വന്നു മരടിൽ നിന്ന് നമ്മൾ നേരെ MG റോഡ് പോയി MG റോഡിൽ നിന്ന് വൈറ്റിൽ വന്ന സ്ഥിതിക്ക് എന്നാൽ പിന്നെ റൂമിൽ കയറിയിട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കുന്നു മറ്റേ ഹോം മെയ്ഡിൻ്റെ പാഷൻ ഫ്രൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനി ബോട്ടിലാക്കാൻ ചടങ്ങുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടൊന്ന് പോയി ബോട്ടിലാക്കണം റൂമിൽ കയറിയിട്ട് ഫ്രഷായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് നൈസായിട്ട് ഒതുക്കി റൂമിലേക്ക് ഇന്നലെ 2 മണിക്ക് ഇറങ്ങിയത് 3 മണി 4 മണി സമയത്ത് ഇറങ്ങിയല്ലേ 4 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത് അപ്പോൾ ഒന്ന് നൈറ്റ് വെറുതെ ഓട്ടം കിട്ടാതെ തെഞ്ഞുപോയി അപ്പം രാവിലെ കുറച്ച് ഓട്ടം ഉണ്ട് പക്ഷേ ഉച്ചയായതുകൊണ്ട് ഞാൻ ഒന്ന് റൂമിൽ കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു എന്താണ് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം അറിയില്ല ഇനി ഉച്ചക്കത്തെ ഓട്ടം ഞാൻ അങ്ങോട്ടാണ് ലൊക്കേഷൻ ഇട്ട് വെച്ചേക്കുന്നത് അപ്പോൾ എനിക്കെന്ത് ചെയ്യും നമ്മുടെ റൂമിൻ്റെ അടുത്തോട്ടുള്ള കാക്കനാടോടുള്ള എന്തെങ്കിലും ട്രിപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അസൈൻ ചെയ്ത് കിട്ടും അപ്പോൾ എനിക്ക് റൂമിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ കാലിക്ക് ഓടി പോകണ്ടെന്നുള്ള രീതിയിൽ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല എന്നുള്ള മൈൻഡാണ് കിട്ടി പോയാൽ പോയി അങ്ങനെ അപ്പം ഈ തിരക്കിനിടയിൽ ആൾക്ക് ഇപ്പോൾ കയറിയ 2 പേർക്കാണെങ്കിലും AC വെക്കാം 2-ലൊക്കെ ഇട്ട് വേണം നല്ല കൂളിങ് വേണം AC-ലൊക്കെ അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിലും CNG അടിച്ച് നിൽക്കുന്നത് മുതലാവും തോന്നുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നൈസായിട്ട് റൂമിൽ കയറി ഒരു വൈകിട്ട് 5 മണിയല്ല മുന്നേ ഇറങ്ങണം 4 മണിയാകുമ്പോൾ വീണ്ടും ഒരു 4-4:30 ആകുമ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരക്കുണ്ടാവും അത്യാവശ്യം ഒരു നേരത്തെ തിരക്കേ കിട്ടത്തുള്ളൂ വലിയ ബ്ലോക്കിനകത്ത് ഇപ്പെടാതെ അങ്ങ് ഓടിപ്പോകാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ അപ്പം ഞാൻ ഒന്ന് റൂമിൽ കയറിയിട്ട് ഇറങ്ങാം അപ്പം ഒരു ദിവസം അതായത് വീഡിയോ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഒരു ദിവസത്തെ ഫുള്ള് ചെയ്യുന്നുണ്ടല്ലോ അതായത് രാവിലെ ഇറങ്ങി വൈകിട്ട് വരെ ഓടുന്നവരുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നൈറ്റിൽ ഓട്ടം ഉണ്ടോ ആ വീഡിയോയും കൂടെ ഒന്ന് അസൈൻ ചെയ്ത് വിടാം അതായത് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഓട്ടം ഇന്നലെയൊക്കെ കുറവായിരുന്നു
ഇന്നലെ എയർപോർട്ടിൽ പോയി. അവിടെ നിന്ന് പിന്നെ പിക്കപ്പ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ ക്യൂവിൻ്റെ നിര കണ്ടു കാണല്ലോ. 131 വണ്ടി 151 വണ്ടിയൊക്കെ ക്യൂവിലാണ്. അപ്പോൾ ആ ക്യൂവിൽ നിന്ന് നമ്മളവിടെ വെയിറ്റ് ചെയ്തിട്ട് ആളിനെ എടുക്കണം. വരുന്നവർ എത്ര പേര് യൂബർ ബുക്ക് ചെയ്യും എന്ന് വലിയ ഉറപ്പൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇത്. അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ ക്യൂ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അകത്ത് പോയി കഴിഞ്ഞാൽ കറക്റ്റ് അടിച്ചിട്ട് നമുക്കൊരു ട്രിപ്പ് കിട്ടുകയും ചെയ്യും, നമുക്ക് അടുത്ത ലൊക്കേഷൻ പോകാൻ ചെയ്യാം. എന്തായാലും ഇന്ന് വൈകിട്ട് എറണാകുളത്തിനകത്ത് തന്നെ നിൽക്കണം. അത്യാവശ്യം ഓട്ടോ ഓടണം. വീക്കെൻഡായി. വ്യാഴം വെള്ളി, ഇന്ന് വ്യാഴമായി. നാളെ വെള്ളിയാഴ്ച രാവിലെയൊക്കെ ഓട്ടം കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാം. അപ്പം അങ്ങനെ ഞാൻ പാലാരിവട്ടമായി. പാലാരിവട്ടമായപ്പോൾ പിന്നെ എന്നാൽ പിന്നെ 2-3 കിലോമീറ്റർ ഉള്ളൂ റൂമിലോട്ട് പോകാൻ. അന്ന് റൂമിൽ കയറിയിട്ട് ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു. അപ്പം പുള്ളിക്കാരൻ കുറേ വണ്ടി വരുന്നുണ്ട് തന്നെ. ഇതൊക്കെയാണ് അവസ്ഥ. ഓടുന്നവരോട് ഞാൻ പിന്നെയും പറയുന്നു, ഓടാനുള്ളവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വണ്ടി റെൻറ്റിനെടുത്ത് ഓടുക. 4-5 മാസം റെൻറ്റിനെടുത്ത് ഓടുക. സ്വന്തം വണ്ടി പോലെ സൂക്ഷിക്കുക. ആ വണ്ടി ഓടി നിങ്ങൾക്ക് മുതലാവും. സ്വാഭാവികം അങ്ങനെയാണ്. ഒരു വണ്ടി എടുത്ത് റെൻറ്റിന് ഓടുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. വണ്ടി എടുത്ത് റെൻറ്റിന് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഈ പറഞ്ഞ പോലെ ഓടി പോകാം. വലിയ വണ്ടിയുടെ പണിയെല്ലാം ഓണർ നോക്കിക്കോളും. സ്വന്തം വണ്ടിയാകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്ന പോലെ അതിൻ്റെ കാര്യങ്ങളിലെല്ലാം നമ്മൾ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണം, റെൻറ്റിന് വണ്ടി എടുത്ത് ഓടി നോക്കുക നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന്. എന്നിട്ട് മാത്രം പുതിയൊരു വണ്ടിയെ പറ്റിയോ സെക്കൻഡ് സ്വന്തമായിട്ട് വണ്ടി എടുക്കുന്നതിനെ പറ്റിയോ ചിന്തിക്കുക. ഇല്ലെങ്കിൽ അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയായി പോകും. നമ്മൾ പോയി 2-3 പയ്യന്മാർ വണ്ടി എടുത്ത് അത് പിന്നെ സെഡാനായതുകൊണ്ട് അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ട്രിപ്പുകൾ കയറി വരും. അതായത് ഓട്ടം ട്രിപ്പേ പാക്കേജ് ട്രിപ്പുകൾ കയറി വരും. അങ്ങനെ അമ്മമാർക്ക് അതൊന്ന് കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. മറ്റേ സെഡാൻ, യൂബർ ഗോ, അതായത് കൊച്ചു വണ്ടി, വാഗണർ, ഇയോണ്, ആൾട്ടോ, കേട്ടൺ അങ്ങനത്തെ കൊച്ചു വണ്ടികൾ 5 സീറ്റർ വണ്ടികൾ താഴെ എടുക്കുമ്പം ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം. ഓട്ടം കിട്ടുമോ കിട്ടത്തില്ലയോ എന്നൊക്കെ ഉള്ളതൊന്ന് ഓടി നോക്കിയിട്ട് മാത്രം എടുക്കുക. ഇല്ലെങ്കിൽ മൊത്തത്തിൽ തേഞ്ഞ് കിട്ടും. എടുത്തവരൊക്കെ ചിലത് പെടുന്നുണ്ട്. ഈ മാസം പിന്നെ ഓട്ടം കുറവായിരുന്നു, അത് വേറെ കാര്യം. ഓക്കെ, അപ്പം അങ്ങനെ നിൽക്കുന്നു. അപ്പം ഇനി ഉച്ച സമയത്തൊന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് വൈകിട്ടൊന്ന് ഇറങ്ങാം. അപ്പം ഹലോ ഗൈസ്, അപ്പം എല്ലാം പറഞ്ഞ പോലെ മച്ചാനെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടോ അല്ലാതെ അറിയാൻ വേണ്ടി ചോദിക്കുന്നത്. നമ്മൾ ഈ യൂബറിൻ്റെ വീഡിയോ ഇടുന്നതിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്നെങ്കിൽ ലൈക്കെങ്കിലും ചെയ്ത് വരണേ. അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അല്ലെങ്കിൽ യൂബർ ഓടിക്കാനുള്ളവർ ലൈക്ക് ചെയ്താൽ മതി. യൂബർ ഓടിക്കുന്നവർ അല്ല, ഓടിക്കാൻ താല്പര്യപ്പെടുന്നവരോ ഓടുന്നവരോ എറണാകുളമൊക്കെ ഓടുന്ന ആരെങ്കിലും ഒക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടണേ. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഇടുന്നുണ്ട് ആരെങ്കിലും ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അത് കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതന്നേ കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം താഴെ ഒരു ലൈക്ക് ബട്ടൺ കൊടുത്താൽ അത് അടിപൊളിയായിരിക്കും. സഹൃദരായ എറണാകുളം നിവാസികളെ, ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് വിടുക. അങ്ങനെ ഇരിക്കുന്നു. ഇവിടെ എന്തോ പോലീസുകാരൻ വിളിച്ചു കൂടാ വന്നേ. എമ്പുരാൻ കണ്ടിട്ട് റിവ്യൂസ് ഒന്നും കണ്ടില്ലല്ലോ. ഫേസ്ബുക്കിൽ ഒന്നും കയറിയില്ല, യൂട്യൂബിലൊന്നും റിവ്യൂസ് ഒന്നും ആരുടെയും കണ്ടില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ നോക്കണം ഓരോരുത്തന്ന്. നിങ്ങളാരെങ്കിലും എമ്പുരാൻ കണ്ടവരുണ്ടോ? ഫസ്റ്റ് ഡേ എമ്പുരാൻ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യേ. പടം അടിപൊളിയാണോ അല്ലയോ, സൂപ്പറാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. യൂബർ ഓട്ടം നിർത്തി എമ്പുരാൻ കാണാൻ പോയാലോ? പക്ഷെ ടിക്കറ്റ് കിട്ടത്തില്ല. എനിക്ക് ഒരാഴ്ച എനിക്ക് തോന്നുന്നു ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലായിടത്തും ബുക്ക് ഫുള്ളായിരുന്നു. അല്ല, വല്ല സീറ്റൊക്കെ കിട്ടും, വല്ല ഫ്രണ്ടിലൊക്കെ ആയിരിക്കും. പക്ഷെ അത് കേട്ടിട്ട് കാര്യമില്ല, IMAX തന്നെ കാണണം. എന്നാലും എമ്പുരാൻ ഒരു ഗുമ്മ വരത്തുള്ളൂ. അങ്ങനെ ഇരിക്കുന്നു. അപ്പം യൂബർ നിർത്തി എമ്പുരാൻ കാണാൻ പോയാലോ? എമ്പുരാൻ കാണാൻ പൈസ വേണമെങ്കിൽ യൂബർ ഓടണം. അതാണ് അതിൻ്റെ ടാസ്ക്. എമ്പുരാൻ കാണേണ്ട പൈസ, എമ്പുരാൻ കാണാൻ പോകാൻ തിയേറ്ററിൽ കൊടുക്കാൻ പൈസ വേണമെങ്കിൽ നമ്മൾ യൂബർ ഓടണം. അപ്പം നിങ്ങൾ പറ, യൂബർ ഓടണോ എമ്പുരാൻ കാണാൻ പോകണം? യൂബർ ഓടിയിട്ട് വേണം എമ്പുരാൻ കാണാൻ പോകണം. 2 ദിവസം കഴിഞ്ഞിട്ട് മിക്കവാറും ടിക്കറ്റ് കാണാൻ ചാൻസ് ഉള്ളൂ. കാരണം എല്ലാം ബുക്കിംഗ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ ഇന്ന് പോകണമായിരുന്നു. ഇന്ന് രാവിലെ പോയി കണ്ടിട്ട് അവസാനത്തെ ഒരു 2 ദിവസം മുന്നേ പോകണം. അത് തിയേറ്ററിൽ നിന്ന് ചേഞ്ച് ആവുന്നതിന് 2 ദിവസം മുന്നേ പോകണം. എന്നാലും അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവത്തുണ്ടായിരുന്നു.
ഇനി നാട്ടിൽ പോയിട്ട് പിള്ളേരോട് അങ്ങനെ പോയി കാണാം. നാട്ടിൽ പോയിട്ട് കൂട്ടുകാരന്മാരെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അമ്മമാരോട് അങ്ങനെ പോയി ഒന്ന് പടം കാണണം. കാണാതിരിക്കത്തില്ല, എന്തായാലും പോയി ഒന്ന് കാണണം. അതിൽ ഞാനും പങ്കെടുക്കുന്നു. ഏതാ തിയേറ്ററിൽ പോയിട്ട് എമ്പുരാൻ കാണാൻ വേണ്ടി. എന്തോ ആവുമെന്ന് അറിയത്തില്ല. നല്ല റിവ്യൂകൾ തന്നെ ആയിരിക്കണേ. ജസ്റ്റ് റിവ്യൂ കൊള്ളാതില്ല, അത് മാത്രം റിവ്യൂകൾ പറയാം, വേറെ ഒന്നും പറയരുത്. അതുണ്ട്, ഇതുണ്ട്, മറ്റേതുണ്ടോ, മറിച്ചുണ്ടോന്നും പറയല്ല. സസ്പെൻസ് കളയരുത്, ഓടിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നൈസായിട്ട് റൂമിൻ്റെ അടുത്ത് എത്താറായി. ഞാൻ ഒന്ന് കയറിയിട്ട് ഒരു 3:30 to 4 മണിക്കകത്ത് 3:30 മാക്സിമം ഇറങ്ങണമെന്ന് വിചാരിക്കും. റൂമിൽ ചൂടാ, ഭയങ്കര ചൂടാണ് റൂമിൽ. ഫാനിട്ടാലും ചൂട് കാറ്റാടിക്കും, പുറത്തിരുന്നാലും ചൂട് കാറ്റാണ്. പിന്നെ ഞാൻ വിചാരിക്കും വല്ല മാളിലെങ്ങാനും കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് AC എങ്കിലും കിട്ടാൻ. അതെങ്ങനെ റൂം ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർമാർ യൂബർ ഓടിക്കുന്നവന്മാർക്ക് ചെറിയൊരു മറ്റില്ല സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്നവർക്കൊരു ചെറിയ ഒരു കഫ്റ്റേരിയ പോലുണ്ട്, റെസ്റ്റ് എടുക്കാൻ അങ്ങനെയൊക്കെയുള്ളൊന്നും മാറിയിരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു റൂമൊക്കെ ഉണ്ട്. ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു യൂബർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. 1-2 സ്പോട്ടിൽ മതി, ചെറിയ റൂം. അതായത് വണ്ടി ഒതുക്കാനും വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിടാനും ഒരു ചായ കുടിച്ച് അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെ കുടിച്ച് ഒരു ലൈമൊക്കെ കുടിച്ചിട്ട് അടങ്ങാനും ഇരിക്കാൻ ഇച്ചിരി കാറ്റുള്ളിടത്ത് ഒരു ഏരിയ, ഒരു ഷെഡ് അടിച്ചു കൊടുത്താലും മതി. അവിടെ എങ്ങാനും പോയിരിക്കായിരുന്നു ഈ ചൂടത്ത്. ഓട്ടം കിട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴേ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും യൂബർ ചെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. യൂബറിന് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധ്യതകളുണ്ട്. ഡ്രൈവർമാർക്ക് ഫുഡിൻ്റെ സെറ്റ് ചെയ്ത് കൊടുക്കാം, വില കുറച്ച്. എന്തായാലും പ്ലാറ്റ്ഫോമിൽ നിന്ന് പറഞ്ഞാൽ 49 രൂപ മേടിക്കുന്നത്, അതായത് 10-20 രൂപ മതി മാറ്റി വെച്ചാൽ പോരെ മാർക്ക്. എത്ര പേര് പോയി കഴിയും, അതെ, എത്ര പേര് അവിടെ പോയിരിക്കും. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. യൂബറെ നീയും കൂടെ ഒന്ന് ആലോചിക്കും. യൂബർ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ യൂബർ ഒന്നും ചെയ്യുന്നില്ല. യൂബറിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഡ്രൈവർമാർ, അതായത് പേഴ്സണൽ ഡ്രൈവിംഗ് ഇവിടെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് വെളിയിൽ നിന്ന്, അല്ലാതെ കുറേ വണ്ടി ഓട്ടം പോകുന്നുണ്ട്. അപ്പം യൂബറിൻ്റെ ഒരു ട്രസ്റ്റ് ഉണ്ടല്ലോ ആൾക്കാർക്ക്. അപ്പോൾ അതിൻ്റെ കെയർ ഓഫിൽ അടുത്ത ഒരു ഓപ്ഷനും കൂടെ, അതായത് ബുക്ക് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും സെഡാൻ, എക്സൽ, റെൻ്റൽ, റിസർവേഷൻ, അതിൻ്റെ കൂടുതൽ ഡ്രൈവർ, പേഴ്സണൽ ഡ്രൈവറെന്നോ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ട് അവർക്ക് എങ്ങോട്ടും, അതായത് ആ ഓപ്ഷൻ ഞെക്കുമ്പോൾ അടുത്തുള്ള ഏത് ഡ്രൈവറാണോ യൂബറിൻ്റെ കെയർ ഓഫിലുള്ളത്, ചിലപ്പോൾ വണ്ടി ഓടുന്നവൻ തന്നെ ആയിക്കോട്ടെ, അവൻ എവിടെ ഉണ്ടോ അവനെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലെ വണ്ടി, കസ്റ്റമറുടെ വീട്ടിലെ വണ്ടി ഓടിക്കുന്നതിനാണ് അവർ പേഴ്സണൽ ഡ്രൈവർ. ഇല്ല പിന്നെ റെൻറ്റിന് വിളിച്ചാൽ പോരെ, റെൻറ്റിലെടുത്താൽ പോരെ. കസ്റ്റമർക്ക് അവരുടെ സ്വന്തം വണ്ടിയിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ചിലപ്പം ഇത് കാണത്തില്ല, വണ്ടി ഓടിക്കാൻ ആരും കാണത്തില്ല. അപ്പോൾ അതിന് പകരം പേഴ്സണൽ ഡ്രൈവർ. അതാകുമ്പോൾ ആരാണോ വണ്ടി നമുക്ക് കസ്റ്റമർ ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ട് വണ്ടിയിലിരിക്കുന്ന ആർക്കാണോ അസൈൻ ചെയ്ത് കിട്ടുന്നത്, കസ്റ്റമർ അപ്പം ബുക്ക് ചെയ്യണം. ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ, അല്ലെങ്കിൽ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ പേഴ്സണൽ ഡ്രൈവറിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് കണക്ക് കൂട്ടി ചിലപ്പോൾ ഒരു കിലോമീറ്ററിന് 7 രൂപയോ അല്ലെങ്കിൽ 8 രൂപയോ വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഒരു പേഴ്സണൽ ഡ്രൈവറിനെ അസൈൻ ചെയ്തിട്ട് യൂബർ കസ്റ്റമർക്ക് കൊടുക്കണം. അതാകുമ്പോൾ അങ്ങനെ ഒരു ഓട്ടോ കൂടെ കിട്ടും. ഒരു നാളെ ഉച്ച കഴിഞ്ഞിട്ട് യൂബറിന് മെയിൽ അയക്കും, ഞാൻ മെയിൽ അയക്കും. കണ്ടു, ഈ ഒരു കാര്യം പേഴ്സണൽ ഡ്രൈവറിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ മെയിൽ അയക്കും. അല്ലേ ഇപ്പം ഞാൻ കസ്റ്റമർ ബുക്ക് ചെയ്യുന്നു, എനിക്ക് എൻ്റെ വണ്ടിയിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ വയ്യ. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇത്ര മണിക്കൂർ എനിക്ക് ട്രാവൽ ചെയ്യണം. ഇന്ന സ്ഥലം മുതൽ ഇപ്പം എറണാകുളം നോക്കുകയാണെങ്കിൽ തൃശ്ശൂർ പോകണം, അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് മലപ്പുറം പോകണം, അല്ലെങ്കിൽ പത്തനംതിട്ട പോകണം, തിരുവനന്തപുരം വരെ പോയിട്ട് വരണം ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ഇന്ന ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യണം, ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ പോകണം, പോയിട്ട് തിരിച്ച് വരണം. അങ്ങനെ അറിയുമ്പോൾ അതിനകത്തുള്ള കമ്മീഷൻ യൂബർ എടുത്തോട്ട്. പക്ഷേ യൂബറിനുള്ള ട്രസ്റ്റിൻ്റെ വിശ്വാസപ്രകാരമാണ് പറഞ്ഞത് കസ്റ്റമർ യൂബറെ ബുക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്നുള്ള ഡ്രൈവർമാർ പക്ക ജെന്യുവൻ ആയിരിക്കുമെന്ന് കസ്റ്റമേഴ്സ് വിചാരിക്കും. അത് നല്ലൊരു ഓപ്ഷൻ അല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യും. ആ ഒരു ഓപ്ഷൻ, അതായത് കസ്റ്റമർക്ക് പേഴ്സണൽ ഡ്രൈവറിനെ കിട്ടണം യൂബറിൻ്റെ പ്ലാറ്റ്ഫോമിൽ കൂടെ. അതായത് ഈ വണ്ടി ഓടിക്കുന്ന പയ്യന്മാർക്ക് പ്രയോറിറ്റി കൊടുക്കണം. ഇപ്പം ഞാനിപ്പോൾ അടുത്തൂടെ ഓടിപ്പോവാം, അപ്പോൾ കസ്റ്റമർ ബുക്ക് ചെയ്ത് എനിക്ക് അസൈനായി, താല്പര്യമുള്ള എടുത്താൽ മതി പേഴ്സണൽ ഡ്രൈവറെ. പേഴ്സണൽ മറ്റേ യൂബർ, റിസർവ്, റെൻ്റൽ എന്നൊക്കെ മേളിൽ എഴുതി കാണിക്കുന്ന പോലെ പേഴ്സണൽ ഡ്രൈവർ അന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാൽ മതി, അല്ലെങ്കിൽ ഡ്രൈവർ അവൈലബിൾ എന്നുള്ള എഴുതി കാണിച്ചാൽ മതി. താല്പര്യമുള്ളവർ എടുത്താൽ മതി, ഇല്ലാത്ത ആരെയാണ് അക്സെപ്റ്റ് കിട്ടുന്ന അവരെടുത്തോട്ടും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, യൂബറിന് കമ്മീഷൻ കിട്ടിയേനെ. ഓക്കെ, അതോടെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പം കാശ് തന്നെ ഞാൻ റൂമിലോട്ട് കയറുകയാണ്. അപ്പം
ഇന്നത്തെ വരെയൊക്കെ ഉള്ളതെല്ലാം കാണിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇറങ്ങിയിട്ട് വൈകിട്ട് ഒരു 3:30 ആകുമ്പോൾ ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ. ഓക്കെ, ബൈ മച്ചാനെ.